സുധാകരനെ തഴഞ്ഞതിൽ തീയ സമുദായം തിരിച്ചടിക്കാൻ ഒരുങ്ങുന്നു എന്ന തരത്തിൽ വാർത്തകൾ വരുന്നുണ്ട്. അതായത് സുധാകരനെ മത്സരിക്കാൻ അനുവദിക്കാത്തത്. അങ്ങനെയെങ്കിൽ അത് വന്നു കൊള്ളുക KC വേണുഗോപാലിനായിരിക്കില്ലേ? അപ്പോൾ ഈ തീയ സമുദായക്കാർക്ക് എങ്ങനെ എല്ലാവരോടും ഒന്നിച്ചടിക്കാൻ കഴിയും എന്നുള്ളതൊരു വലിയ വിഷയമാണ്. പക്ഷേ എന്നിരുന്നു കഴിഞ്ഞാലും പരിചിത പറഞ്ഞതിനകത്ത് ഈ ചിലത് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ കെ സുധാകരൻ ഒരു സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടിയിട്ട് ഈ തീയ സമുദായത്തെയും കോൺഗ്രസ് നേതൃത്വമായിട്ടുള്ള വിലപേശൽ ഉപയോഗിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഒട്ടേറെ അഭ്യൂഹങ്ങളും ഡൽഹിയിൽ നിന്ന് ആ സമയത്ത് പുറത്തു വരികയുണ്ടായി. കെ സുധാകരന് അത്യധികമായ ആഗ്രഹം ഈ മത്സരിക്കണമെന്നുണ്ടായിരുന്നു. അത് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഒരുപക്ഷെ തനിക്ക് ഇനി ഒരു അവസരം ഇതുപോലെ മത്സരിക്കാൻ കിട്ടില്ല എന്നുള്ളൊരു ബോധ്യവും കൂടെ സുധാകരനെ നയിച്ചിട്ടുണ്ടാവും. പ്രായവും ഒക്കെ ആയി വരികയാണല്ലോ സുധാകരൻ. അപ്പോൾ ആ ഒരു അതുകൊണ്ടായിരിക്കണം അദ്ദേഹത്തിൻ്റെ ആ ആഗ്രഹത്തിൻ്റെ തീക്ഷ്ണത വർദ്ധിക്കാൻ കാരണം. പിന്നെ നമ്മൾ ഇപ്പോൾ കാണുന്ന സുധാകരനെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് പരിചയമുള്ള, അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിന് പരിചയമുള്ള സുധാകരനെ അല്ല ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് കാണുന്നത്. ഇപ്പോൾ കണ്ണൂർ DK ശിവകുമാർ വന്നു. ആ DK ശിവകുമാർ വന്ന സമയത്തും അദ്ദേഹം റോഡ് ഷോ നടക്കുന്ന സമയത്ത് വാഹനത്തിൻ്റെ മുമ്പിലുണ്ട്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ട്. കെ സുധാകരൻ്റെ ശാരീരികമായ സാന്നിധ്യം ഇവിടെയൊക്കെ കാണുന്നുണ്ട്. പക്ഷേ കെ സുധാകരൻ എന്ന് പറയുമ്പം കണ്ണൂർക്കാർക്കും ഒരു എനർജിയാണ്, അല്ലേ? ഒരു വീര്യവും ഒരു എനർജിയും ഒരു കുതിപ്പുമാണ് കെ സുധാകരൻ. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് നമ്മൾ കാണുന്ന സുധാകരന് കുതിപ്പില്ല, വീര്യമില്ല, എനർജിയില്ല. അപ്പോൾ അതിനകത്തുനിന്ന് ഒട്ടേറെ ഇപ്പോൾ സുധാകരനോട് താല്പര്യമുള്ളൊരു നല്ല വിഭാഗം അവിടെയുണ്ട്. മാത്രമല്ല ഈ തീയ സമുദായത്തെ അദ്ദേഹവും ഉപയോഗിച്ചു. കാര്യം താനൊരു തീയ സമുദായത്തിൻ്റെ പ്രതിനിധിയാണെന്നുള്ള ഒരു ധ്വനി വരത്തക്ക രീതിയിലുള്ള പെരുമാറ്റങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനോട് താല്പര്യമുള്ള ഇപ്പോൾ തീയ സമുദായക്കാർ ധാരാളമുള്ളൊരു സ്ഥലമാണ് വടക്കേ മലബാർ എന്ന് പറയുന്നത്. ശക്തരുമാണ്. അപ്പം അവരുടെ ഇടയിൽ നിന്ന് അങ്ങനെ ഒരു മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ, മാത്രമല്ല ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മൾ കാണുന്നത് ഈ മേഖലയിൽ നിന്നെല്ലാം ഈ തീയ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ, ഇപ്പം തിരുവിതാംകൂറിലാണെങ്കിലും തെക്കൻ കേരളത്തിലാണെങ്കിലും ആ ഒരു ടെൻഡൻസി കാണുന്നുണ്ട്. ഇപ്പോൾ കൊല്ലം നഗരത്തിലേക്ക് BJPക്ക് കൗൺസിലർ 10 കൗൺസിലർ ഇട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ കേരളത്തിൽ എന്ത് സംഭവിക്കാമെന്നുള്ളൊരു സംഗതിയാണ്. കാര്യം അത്രയ്ക്ക് ഇപ്പോൾ കണ്ണൂർ മാറിയാൽ പോലും മാറാത്ത രീതിയിലുള്ള ചില സ്വഭാവ വൈശിഷ്ട്യമുള്ള CPM പ്രവർത്തകരായിരുന്നു കൊല്ലത്തുള്ള ഈഴവ സമുദായക്കാർ. അപ്പോൾ അവിടെ പോലും മാറ്റം വന്നിരിക്കുന്നു. അപ്പോൾ ഈ മൊത്തത്തിൽ ഒരു മാറ്റം ഇങ്ങനെ ഒരേപോലെ കാണുന്നുണ്ട്. ഇത് CPM തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് CPMൻ്റെ ഈ അടവ് നയം മാറ്റിയത്, ഇലക്ഷൻ തന്ത്രമേ. കാര്യം എന്ന് വെച്ചാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരെ അവർ മുസ്ലിങ്ങളുടെ രക്ഷകരായിരുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി എന്ന് പറയുന്നത് CPM ആണ്. അങ്ങനെ ഹിന്ദുക്കളുടെ ഭൂരിപക്ഷ വർഗീയതയുടെ രക്ഷകരായി ഈ മുസ്ലിം തീവ്രവാദത്തിൽ നിന്ന് ഹിന്ദുക്കളെ രക്ഷിക്കുന്ന, അല്ലെങ്കിൽ കേരളത്തെ രക്ഷിക്കുന്ന ഒരു ഇമേജിലേക്ക് CPM മാറിയാണുണ്ടായത്. സാറിപ്പോൾ ഇത് പറഞ്ഞപ്പോൾ കണ്ണൂരത്ത് നമ്മൾ സുധാകരന്റെ കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അവിടെ LDFന് നല്ല ഭയമുണ്ട് എന്ന തരത്തിലുള്ള വാർത്ത വരും. മറ്റൊന്നും കൊണ്ടല്ല, ഭൂരിപക്ഷം കുറയാനുള്ള സാധ്യതകൾ കൂടുതലാണ് അവിടെ. അങ്ങനെ വേണം കരുതാൻ. മൊത്തത്തിലുള്ളൊരു ട്രെൻഡ് അതാണ് സൂചിപ്പിക്കുന്നത്. അതെനിക്ക് CPMന് അത് ബോധ്യം വന്നിട്ടുണ്ട്. അതായത് ഭൂരിപക്ഷം ഇപ്പം ധർമ്മടത്ത് ഭൂരിപക്ഷം കുറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയൻ ജയിക്കും എന്നുള്ളതിനകത്ത് സംശയമൊന്നും വേണ്ട. അദ്ദേഹം അവിടെ ജയിക്കും, സുഖമായിട്ട് ജയിക്കും. പക്ഷേ അദ്ദേഹം ഇപ്പം വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് വളരെ ശക്തമായിട്ട് മണ്ഡലത്തിൽ നിന്ന് കഴിഞ്ഞ ഈ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ പിണറായി വിജയൻ അത്തരം പ്രവർത്തനത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല ധർമ്മടം മണ്ഡലത്തിൽ. പക്ഷേ ഇപ്പോൾ അത് ചെയ്യുന്നതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ ഭൂരിപക്ഷം കുറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ തോൽവിയേക്കാൾ വലിയൊരു പ്രഹരമായിരിക്കും CPMന് കിട്ടുക. മാത്രമല്ല അതൊരു സൂചനയും കൂടെയാണ്. കാര്യം അവിടെയും ഈ തീയ സമുദായക്കാർ കൂടുതലുള്ള സ്ഥലമാണ്. അപ്പോൾ ആ സാമുദായികമായിട്ട് അതിനകത്ത് വരുന്ന ഒരു ഇളക്കം നമ്മൾക്ക് അതിനകത്ത് കാണാൻ പറ്റും. കഴിഞ്ഞ പ്രാവശ്യം പിണറായിക്കെതിരെ മത്സരിച്ച രഘുനാഥൻ, അദ്ദേഹം ഇപ്പം എവിടെയാണ്? അദ്ദേഹം ഇപ്പം BJPയുടെ നേതാവാണ്.
കഴിഞ്ഞ പ്രാവശ്യം പിണറായിക്കെതിരെ UDFൻ്റെ കാൻഡിഡേറ്റായിട്ട് മത്സരിച്ച കോൺഗ്രസ്സുകാരനായ രഘുനാഥൻ പിന്നീട് BJPയിലേക്ക് വന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് സംഗതികൾ ഇപ്പം നമ്മൾ അവിടെ നിന്ന് കാണുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു സോഷ്യൽ അല്ലെങ്കിൽ ആ ഒരു പൊളിറ്റിക്കൽ സ്ട്രക്ചറിൽ വരുന്നൊരു മാറ്റമായിട്ട് നമുക്കിതിനെ കാണണം. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലാണ് ഇപ്പോൾ സുധാകരൻ്റെ ഈ വിഷയം വരുന്നത്. അപ്പോൾ സുധാകരനോട് അനീതി പുലർത്തി എന്നുള്ളൊരു കോൺഗ്രസ് നേതൃത്വം അനീതി കാണിച്ചു എന്നുള്ളൊരു പൊതുവായിട്ടുള്ളൊരു ധാരണ സ്വാഭാവികമായിട്ടും നമുക്കെല്ലാവർക്കും ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ കണ്ടാലും അറിയാം. കാര്യം സുധാകരൻ്റെ ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാഥമികമായിട്ട് ശരീരഭാഷയാണ്, അല്ലേ? അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിൽ ആ ഒരു വീര്യം വന്നു കഴിഞ്ഞാൽ അറിയാം സുധാകരൻ ഇങ്ങനെയുള്ള സംസാരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ റോഡ് ഷോ നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് DK ശിവകുമാറിനോടൊപ്പം റോഡ് ഷോ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഏതോ ഒരു ലേഖകൻ ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട്. അത് ഗംഭീര ഉഷാറായിട്ട് നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ ആ ഉഷാറെന്ന് പറയുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ മുഖത്തൊരു ഉഷാറില്ല. അപ്പോൾ ഇത് ഈ ഒരു ഡിജക്ഷൻ, അതല്ലെങ്കിൽ ഒരു തങ്ങൾ വഞ്ചിക്കപ്പെട്ടു എന്നുള്ളൊരു തോന്നൽ ഒരു പ്രത്യേക സമുദായത്തിലേക്ക് വരുന്നു. അവരും എങ്ങോട്ടാണ് പിന്നെ പോകുന്നതെന്ന് ആലോചിക്കേണ്ടത്. അതുപോലെ തന്നെ CPM-നകത്തുനിന്നും നടക്കുന്ന ഒഴുക്ക് എങ്ങോട്ടാണ് ഒഴുകുന്നുള്ളതാണ് തിരിച്ചറിയേണ്ടത്. അത് കോൺഗ്രസിലേക്കല്ല പോകുന്നത്, BJPയിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ കോൺഗ്രസ്സിലും ഈ പറഞ്ഞാൽ അസംതൃപ്തി വന്ന ഒരു വിഭാഗം ഉണ്ടെങ്കിൽ അവർ പോകുന്നത് CPM-ലേക്കായിരിക്കില്ല. ഇപ്പോൾ കണ്ണൂരിലെ കോൺഗ്രസ്സിലെ ആരെങ്കിലും അതൃപ്തരായിട്ടുണ്ടെങ്കിൽ അവർ CPM-ലേക്കല്ല പോകുന്നത്, അവരും BJPയിലേക്കാണ് പോകുന്നത്. CPM-നകത്തുള്ള അവിടെ അതൃപ്തരായവരും എങ്ങോട്ടാണ് പോകുന്നത്? BJPയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെയാണ് BJPയുടെ ഒരു വളർച്ചയുടെ ഒരു ഗ്രാഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പല സ്ഥലങ്ങളിലും കാണുന്ന ഒരു കാഴ്ച അതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ ഈ പറഞ്ഞതുപോലെ നമ്മൾ ആലോചിച്ച നമ്മൾ വലിയ പ്രബുദ്ധതയാണ്, 100% ലിറ്ററസി സാർ, പിന്നെ 3 നേരം കുളിക്കും സാർ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രബുദ്ധതയാണ് മലയാളിക്ക്. പക്ഷേ കംപ്ലീറ്റ് ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ജാതി, മതം, വർഗീയത, സാമുദായിക ചിന്ത, ഉപജാതി, ഇതിനകത്താണ് നമ്മൾ കിടന്ന് കളിക്കുന്നത്. നമ്മൾ വെറുതെ ഈ പുറമേ കാണിക്കുന്ന ജാടയേ ഉള്ളൂ പ്രബുദ്ധത എന്ന് പറഞ്ഞാൽ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇതിൻ്റെ ഇടയിൽ സാർ, നമ്മൾ ഈ ജാതിയൊക്കെ പറയുന്നു എന്ന് പറയുമ്പോഴും BJP ആണ് വർഗീയ പാർട്ടി എന്ന് ഇവർ പറയുന്നത്. പക്ഷേ മറ്റു 2 മുന്നണികളും പറയുന്നത്ര ജാതി പറഞ്ഞ് വോട്ട് പിടിക്കൽ BJP ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു സംശയമില്ല. അല്ല, ഇതിനകത്ത് ജാതി പറഞ്ഞ് വോട്ട് പിടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമുദായത്തിൻ്റെയോ അല്ലെങ്കിൽ മതത്തിൻ്റെ പേര് പറഞ്ഞ് വോട്ട് പിടിക്കുന്നതിനകത്ത് ഒരു സത്യസന്ധതയുണ്ട്, മനസ്സിലായില്ലേ? ഒരു സത്യസന്ധതയുണ്ട്. ഇപ്പോൾ മുസ്ലിങ്ങളുടെ പേരിൽ ഒരു മുസ്ലിം ലീഗ്, അവർ സ്വാഭാവികമായിട്ടും മുസ്ലിങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന പാർട്ടിയാണ്. അപ്പോൾ അവർക്ക് അതിനകത്തൊരു സത്യസന്ധതയുണ്ട്. അതിനകത്ത് നിന്നുകൊണ്ടാണ് അവർ മതേതരം പറയുന്നത്, അല്ലേ? മറിച്ച് ഞങ്ങൾ മതേതരമാണ്, മറ്റേതാണ്, മറിച്ചതാണ്, വലിയ സംഭവമാണെന്നൊക്കെ പറയുകയും അകത്ത് മുഴുവൻ ഒരു സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുമ്പം അയാൾ ഏത് ജാതിയാണ്, ഉപജാതിയാണ് എന്നെല്ലാം നോക്കി തിട്ടപ്പെടുത്തി അതിൽപ്പെടുന്ന ആൾക്കാർ എത്ര ആ ഭാഗത്തുണ്ടെന്ന് നോക്കി ഇങ്ങനെയൊക്കെയാണ് നിർത്തുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ വീണ ജോർജിനെ ആറന്മുളയിൽ സ്ഥാനാർത്ഥിയാക്കി. എന്തുകൊണ്ടാണ് സ്ഥാനാർത്ഥിയാക്കിയത്? അവർ ഒരു ചാനലിലൂടെ ഒരു പത്രപ്രവർത്തകൻ്റെ പേരിലാണോ? അല്ല, സഭാ വോട്ടാണ്. ആ സഭയുടെ അപ്പോൾ അവിടെ വർഗീയതയാണ് കാണുന്നത്. അപ്പോൾ വർഗീയമായി പ്രീണിപ്പിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം തന്നെയാണ് CPM-നുള്ളത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പുരോഗമനം പറയുന്നവരാണ്, അല്ലേ? മാനവീയം, പിന്നെ മതേതരത്വം, പിന്നെ സ്ത്രീ സമത്വം, അല്ലേ? എന്തൊക്കെയാണ് സ്ത്രീ സമത്വത്തെ കുറിച്ചാൽ സ്ത്രീകളുടെ രക്ഷകരാണെന്നുള്ള ലൈനിലാണ് അവർ പറയുന്ന സംഗതി. പക്ഷേ യാതൊരു രക്ഷയുമില്ല സർ. ഇതിലേക്ക് വരുമ്പോഴേ കണ്ണൂർ ജില്ലയിലെ 27 ലക്ഷം വോട്ടർമാർ, അതിൽ 11 ലക്ഷം വോട്ട് തീയന്മാരുടേതാണ്. കണ്ണൂർ അസംബ്ലി മണ്ഡലത്തിൽ 74,000 തീയ വോട്ടർമാരുണ്ട്. 3,000 വോട്ട് 5,000 വോട്ടർമാരുമുള്ള ചില സമുദായ മതസംഘടന പിന്നാലെ ഉള്ള കാര്യങ്ങളും ഒക്കെ ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ തീയർ വോട്ട് മറിക്കുകയാണെങ്കിൽ ഇവർ ഒന്നില്ലെങ്കിൽ LDF-ന് അല്ലെങ്കിൽ UDF-ന് എന്നുള്ള തരത്തിലാണ്. അപ്പോൾ ഈ തീയ സമുദായം ഇത്തരത്തിലൊരു തീരുമാനം എടുക്കുകയാണ്, അത് ആർക്ക് ഗുണം ചെയ്യും? അപ്പോൾ തീയ സമുദായം അങ്ങനെ എടുക്കാനായിട്ട് ഇപ്പോൾ അവർക്കൊരു സാമുദായിക സംഘടനയോ അങ്ങനെയുള്ള ഏകീകരിക്കുന്ന ഒരു സംഗതിയൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇതൊരു ഇംപ്രഷനിലൂടെയാണ് സംഭവിക്കുക, ഒരു നറേറ്റീവിലൂടെ. ഇനിയിപ്പോൾ വലിയ കാര്യമൊന്നുമില്ല. അതായത് പണ്ട് വളരെ ആവേശത്തോടു കൂടി ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വോട്ട് ചെയ്തിരുന്നവർ അതൃപ്തരാകുന്നൊരു വിഷയമുണ്ട്. അപ്പോൾ ഇങ്ങനെ അതൃപ്തരാകുന്നവരുടെ എണ്ണം വളരെ കൂടുതൽ.
ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പിന്നെ കെ സുധാകരനെ തഴഞ്ഞതിൻ്റെ പേരിൽ ചിലപ്പോൾ ഒരു നല്ലൊരു ശതമാനം അവിടെ ആൾക്കാർ, കാരണം സമൂഹത്തിൽ മുഴുവൻ ഈ ജാതിയും മതവും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ എത്ര തന്നെ ജാതിയും മതവും ഇല്ല എന്ന് പറയുന്നവരാണെങ്കിലും കുറേ കഴിയുമ്പോഴേക്കും അവർ വിവേചനം നേരിടുന്നു എന്ന് തോന്നുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഇത് ഉയർന്നു വരും. അതാണ് ഈ ജാതിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ജാതിയും മതത്തിൻ്റെയൊക്കെ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ അതൃപ്തരായ കുറേ ആൾക്കാരുണ്ടോ, അത് ശരിയാണ്. അപ്പോൾ അങ്ങനെ സുധാകരനെ അങ്ങനെ ഒഴിവാക്കിക്കൊണ്ട് വേണ്ട എന്ന് പറയുന്ന അല്ലെങ്കിൽ സുധാകരനോട് ചെയ്ത അനീതി കണ്ടില്ലേ എന്ന് പറയുന്ന ആ ഒരു വൈകാരിക ഒരു ഒരു വിഷമവും അതൃപ്തിയൊക്കെ ഉള്ള ആൾക്കാർ സ്വാഭാവികമായിട്ടും ഇതിന് അവരുടെ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിപ്പിക്കാൻ ശ്രമിക്കും. ഈ സുധാകരന്റെ പുറത്തേക്കുള്ള അല്ലെങ്കിൽ സീറ്റ് കിട്ടായ്മ, അതിൽ KC വേണുഗോപാലിനൊരു പങ്കുണ്ട് എന്നുള്ള ഇതുണ്ടല്ലോ. ഉണ്ടാവുമല്ലോ. പക്ഷേ കാരണം അങ്ങനെയെങ്കിൽ സുധാകരനിലൂടെ ഈ വോട്ടുകൾ മാറുകയാണ് എന്നുണ്ടെങ്കിൽ അത് KCക്ക് പ്രതിസന്ധി ഉണ്ടാകും. തീർച്ചയായിട്ടും കോൺഗ്രസിന് പ്രതിസന്ധി ഉണ്ടാകുമല്ലോ. ഇപ്പോൾ ഇത്രയും ഇപ്പോൾ സുധാകരനോട് ഒരു അനീതി കാട്ടി എന്നൊരു അവിടുത്തെ തീയ സമുദായത്തിൽ നല്ലൊരു ശതമാനം തോന്നുകയാണെങ്കിൽ അത് സ്വാഭാവികമായിട്ടും കോൺഗ്രസിൻ്റെ ദൗർബല്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. കാര്യം കോൺഗ്രസ്സിന് കിട്ടിക്കൊണ്ടിരുന്ന ഒന്നാമത്തെ കാര്യം സുധാകരൻ്റെ പ്രവർത്തനമാണ് അവിടെ യഥാർത്ഥത്തിൽ ഈ ഒരു നല്ലൊരു എമൗണ്ട് ഓഫ് ഈ തീയ സമുദായത്തെ ഈ കോൺഗ്രസിനോട് ചേർത്ത് നിർത്തുന്നതിൽ നിർണായകമായത്. അത് നമുക്ക് നിഷേധിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അത് സ്വാഭാവികമായിട്ടും കോൺഗ്രസിൻ്റെ ഒരു വലിയ ദൗർബല്യത്തിലേക്ക് അതിനെ നയിക്കും എന്നുള്ളൊരു സംശയം എന്നുള്ള കാര്യമല്ല.